അപ്പം നമ്മൾ ദാണ്ടെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തുള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് കളറുള്ള കുപ്പിയാണ്. അപ്പോൾ ഇത് കൂട്ട് കുപ്പി എടുക്കുന്നതായിരിക്കും, ഇതുപോലെ നിറമുള്ള കുപ്പി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് കോട്ട് കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. പിന്നെ തുടക്കക്കാരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന കുപ്പി ഡ്രൈ ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ആ കുപ്പിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മളങ്ങനെ കഴുകി തുടച്ച് കുട്ടപ്പനാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ പണി തുടങ്ങാം. പിന്നെ നമ്മളിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പശക്കുപ്പിയുടെ അടപ്പ്, പിന്നെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ്, പിന്നെ എന്തോ ഒരു വട്ടത്തിലുള്ളൊരു സാധനം, എന്നാന്ന് എനിക്കറിയില്ല. അതേ ഇത്. അപ്പോൾ ഈ 3 എണ്ണത്തിനും 3 വലിപ്പമാട്ടോ. അപ്പം പല വലിപ്പത്തിലുള്ള റൗണ്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കൂടെ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ അതും കൂടെ അങ്ങ് എടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് കുപ്പിയിൽ ഒരു പെർമനൻറ്റ് മാർക്കർ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചല്ലോ 3 റൗണ്ടിലുള്ള സാധനങ്ങൾ, അത് വെച്ചിട്ട് നമുക്ക് കുപ്പിയിൽ നിറച്ച് പല വലിപ്പത്തിലുള്ള വട്ടം വരയ്ക്കാം. പെർമനൻറ്റ് മാർക്കർ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വൃത്തം മാഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പെർമനൻറ്റ് മാർക്കർ എടുത്തത്. അപ്പോൾ നമ്മൾ ദാണ്ടെ വട്ടമൊക്കെ വരച്ചെടുത്തു. ഞാനിവിടെ കുപ്പിയുടെ 2 സൈഡിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുപ്പിയിൽ മുഴുവനും വരയ്ക്കാം. ഞാൻ 2 സൈഡിലേ വരച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സാധനങ്ങൾ കൂടാതെ ഒരു ചെറിയ മാർക്കറിൻ്റെ അടപ്പൂടി ഞാൻ എടുത്തിരുന്നു കേട്ടോ വട്ടം വരയ്ക്കാൻ. അപ്പോൾ പല വലുപ്പത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ പെയിൻ്റ് എടുത്ത് നമ്മൾ വരച്ച് വെച്ച സർക്കിളിൻ്റെ അകത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ സർക്കിളിൻ്റെ പുറത്തൊക്കെ പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ദാണ്ടെ നമ്മുടെ കുപ്പി പെയിൻ്റ് അടിച്ചതൊക്കെ ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് യെല്ലോ കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഈ പെയിൻ്റ് എടുത്ത് നമ്മൾ നേരത്തെ വൈറ്റ് കളർ അടിച്ചതിൻ്റെ മേളിൽ കൂടെ എല്ലാം അടിച്ചു കൊടുക്കണം. അതായത് ആ സർക്കിളിനകത്ത് നമ്മൾ ആദ്യം വൈറ്റ് കളർ അടിച്ചു, ഇനി അതിൻ്റെ പുറത്തൂടെ ഈ യെല്ലോ കളറും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ്ട് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആ യെല്ലോ പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തും കൂടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഡാർക്ക് ഗ്രീൻ കളർ വൂളൻ നൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഏത് നിറമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിറം ഞാൻ ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ നൂലിൻ്റെ പുറത്തൂടെ യെല്ലോ കളറ് ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു.
നമുക്കിത് കൊണ്ടുപോയൊന്ന് ഉണങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണിത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.